ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തോണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളത് വ്യവഹാര സിദ്ധാന്തങ്ങളാണ്. അവിടെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട വ്യവഹാര സിദ്ധാന്തമാണ് ഐവാൻ പെട്രോവിച്ച് പാവ്ലോവ് അവതരിപ്പിച്ച പൗരാണിക അനുബന്ധ സിദ്ധാന്തം. അപ്പോൾ വ്യക്തമായി മനസ്സിലായല്ലോ. അപ്പോൾ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വ്യവഹാര സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോഴവിടെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തോണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളാണ്. ദെൻ BF സ്കിന്നർ ആവിഷ്കരിച്ച പ്രവർത്തന അനുബന്ധ സിദ്ധാന്തവും ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ച് നമ്മൾ ഈ സിദ്ധാന്തത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, തോണ്ടേക്ക് ആവിഷ്കരിച്ച പഠന സിദ്ധാന്തങ്ങളിലൂടെയാണ് BF സ്കിന്നറിന്റെ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിന് പ്രേരണ നൽകിയത്. അപ്പം അത്രയധികം പ്രാധാന്യപ്പെട്ടൊരു സിദ്ധാന്തം കൂടിയായിരുന്നു തോണ്ടേക്ക് ആവിഷ്കരിച്ച പഠന സിദ്ധാന്തങ്ങൾ. സോ ഇനി നമ്മൾ വ്യവഹാര സിദ്ധാന്തങ്ങൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള വ്യവഹാര സിദ്ധാന്തങ്ങൾ അഥവാ ചേഷ്ടാവാദ സിദ്ധാന്തത്തിലെ വളരെ പ്രസിദ്ധമായ പഠന സിദ്ധാന്തത്തിലേക്ക് കടക്കാണ്. തോണ്ടേക്കിൻ്റെ ബന്ധസിദ്ധാന്തം. ബന്ധസിദ്ധാന്തത്തെയാണ് കണക്റ്റിസം ഓർ ദ ബോണ്ട് തിയറി എന്നറിയപ്പെടുന്നത്, അഥവാ ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി എന്നുകൂടി അറിയപ്പെടുന്നത്. സോ അപ്പം നമ്മൾ ഇനി ഈ ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ബന്ധ സിദ്ധാന്തത്തിലേക്ക് കടക്കാണ്. അതിനു മുന്നേ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എഡ്വേർഡ് ലീ തോണ്ടേക്കിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ദ ഫൗണ്ടർ ഓഫ് ദ മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ലീ തോണ്ടേക്കാണ്. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം 1874 സോ എഡ്വേർഡ് ലീ തോണ്ടേക്ക് 1874 ഓഗസ്റ്റ് 31 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം മസാച്യുസെറ്റ്സിലെ വില്യംബർഗിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹം മസാച്യുസെറ്റ്സിലെ വില്യംബർഗിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം 1949 ഓഗസ്റ്റ് 9 അദ്ദേഹം അന്തരിച്ചത്. അപ്പം വ്യക്തമായി മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി നമുക്ക് പഠിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രശ്നപേടകത്തിലെ പസിൽ ബോക്സിലെ ഒരു പൂച്ച, അല്ലെങ്കിൽ അദ്ദേഹം നിരവധി ജീവികൾ പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ ബന്ധസിദ്ധാന്തം അഥവാ ശ്രമപരാജയ സിദ്ധാന്തം മനസ്സിലാക്കി കൊടുക്കുന്നതിന് എവിടെ, വിദ്യാഭ്യാസ മേഖലയിൽ. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ വളരെ പ്രസിദ്ധമായൊരു പരീക്ഷണം എന്നറിയപ്പെടുന്നത് പൂച്ചയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പരീക്ഷണമാണ്. അല്ലെങ്കിൽ പസിൽ ബോക്സിലെ പൂച്ചയിൽ നടത്തിയ, പ്രശ്നപേടകത്തിലെ പൂച്ചയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പരീക്ഷണം വളരെ പ്രസിദ്ധമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എഡ്വേർഡ് ലീ തോണ്ടേക്കിനെ കുറിച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചില വിശേഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ലീ തോണ്ടേക്കാണ്. ഈ പോയിന്റ് വളരെ പ്രസിദ്ധമാണ്. പ്രീവിയസ്ലി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടാണ്. സോ എഡ്വേർഡ് ലീ തോണ്ടേക്കായിരുന്നു ബന്ധസിദ്ധാന്തത്തിൻ്റെ പ്രധാന ഉപജ്ഞാതാവ്. അപ്പോൾ ബന്ധസിദ്ധാന്തത്തിൻ്റെ പ്രധാന ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ലീ തോണ്ടേക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹവും പറഞ്ഞു, നമ്മൾ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൽ ഇത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ചോദകം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം. ഇത്തരത്തിലുള്ള സംയോഗത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ബന്ധമെന്ന് വിളിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംയോഗത്തെ അദ്ദേഹം ബന്ധമെന്ന് വിളിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധമാണ് പഠനത്തിന് ആധാരമെന്ന് എഡ്വേർഡ് ലീ തോണ്ടേക്ക് മനസ്സിലാക്കി. അപ്പോൾ ഈ സംയോഗത്തെ അദ്ദേഹം ബന്ധമെന്ന് വിളിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധാന്തത്തെ ബന്ധസിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. 1898 പ്രസിദ്ധീകരിച്ച ആനിമൽ ലേണിംഗ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ്, ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ സിദ്ധാന്തത്തെ ആദ്യമായി പരിചയപ്പെടുത്തിയത്. മനസ്സിലായാലും 1898 പ്രസിദ്ധീകരിച്ച ആനിമൽ ലേണിംഗ് എന്നറിയപ്പെടുന്ന തൻ്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ ബന്ധസിദ്ധാന്തത്തെ പരിചയപ്പെടുത്തിയത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം നിരവധി തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പരീക്ഷണം എന്നറിയപ്പെടുന്നത് പസിൽ ബോക്സിലെ പൂച്ചയിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം വളരെ പ്രശസ്തമായി തീർന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ സിദ്ധാന്തത്തിലേക്ക് കടക്കുകയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ചോദകങ്ങളും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് ആധാരം എന്ന് പറഞ്ഞു. ഈ സംയോഗത്തെയാണ് എന്തെന്ന് വിളിച്ചത്? ബന്ധമെന്ന് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഒരു ജീവിയിൽ പ്രവർത്തിച്ച് പ്രതികരണം പുറപ്പെടുവിപ്പിക്കുന്ന ഊർജ സ്രോതസ്സാണ് ചോദകം. അപ്പോൾ എന്താണ് ചോദകം? ഒരു ജീവിയിൽ പ്രതികരിച്ച് പ്രതികരണം പുറപ്പെടുവിപ്പിക്കുന്ന ഊർജ സ്രോതസ്സാണ് ചോദകങ്ങൾ. അപ്പോൾ ഒരു ചോദകവും അതിൻ്റെ പ്രതികരണവും തമ്മിൽ SR ബന്ധം വഴി യോജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഒരു ജീവിയിൽ പ്രവർത്തിച്ച് പ്രതികരണം പുറപ്പെടുവിപ്പിക്കുന്ന ഊർജ്ജ സ്രോതസ്സാണ് ചോദകം. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ചോദകവും പ്രതികരണവും അഭികാമ്യമാണ് പഠനത്തിന്. അപ്പം നിങ്ങൾ ഓൾറെഡി എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എന്താണ് ഈ ചോദകം? എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ്. സ്റ്റിമുലസുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ചോദകം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിമുലസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജീവിയിൽ പ്രവർത്തിച്ച് ഒരു പ്രതികരണം പുറപ്പെടുവിപ്പിക്കാൻ നമുക്കൊരു ഊർജ്ജ സ്രോതസ്സ് നമ്മുടെ മനസ്സിൻ്റെ ആവശ്യമാണ്. അല്ല, നമ്മളൊരു പ്രതികരണം നമ്മൾ കുട്ടിയിൽ നിന്ന് വരണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് ഒരു ഊർജ്ജ സ്രോതസ്സ് വേണം. ഈ ഊർജ്ജ സ്രോതസ്സിനെയാണ് ചോദകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ പ്രതികരണം ഒരു കുട്ടിയിൽ നിന്ന് ഉളവാക്കണമെങ്കിൽ അധ്യാപികയുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായമായി കൊടുക്കേണ്ടത്? അധ്യാപികയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ അഭിപ്രേരണ കൊടുക്കണം. അത് ഈ ഒരു ഊർജ്ജ സ്രോതസ്സ് കുട്ടികളിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ അധ്യാപികയുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായ അഭിപ്രേരണ കൊടുക്കണം, മോട്ടിവേഷൻ. അതും ഈ ഒരു ഭാഗത്ത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ചോദകവും അതിൻ്റെ പ്രതികരണത്തോട്, അപ്പോൾ എല്ലാ ചോദകവും അതിൻ്റെ പ്രതികരണത്തോട് SR ബന്ധം വഴി യോജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാ ചോദകവും അതിൻ്റെ പ്രതികരണത്തോട് SR ബന്ധം വഴി യോജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ ബന്ധം മൂലം ചോദകം ആവർത്തിക്കപ്പെടുമ്പോൾ പ്രതികരണവും എന്ത് ചെയ്യുന്നു? ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ശക്തിപ്പെടൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ബന്ധത്തിൻ്റെയും ശക്തിപ്പെടലോ ക്ഷീണമോ ആണ്. അപ്പോൾ ശീല രൂപീകരണത്തിനും, ഇപ്പോൾ ഏത് ബന്ധത്തിൻ്റെ, നമ്മൾ ഈ പറഞ്ഞു ബന്ധമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ അർത്ഥമാക്കേണ്ടത്, നിങ്ങൾ അർത്ഥമാക്കേണ്ട ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഒരു പഠനം നടക്കണമെങ്കിൽ ഈ ചോദകവും പ്രതികരണവും തമ്മിൽ ബന്ധപ്പെടണം. ഈ സംയോഗമാണ് ബോണ്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ശക്തപ്പെടലോ ക്ഷീണമോ ആണ് ശീലരൂപീകരണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ശീലരൂപീകരണത്തിനോ ശീലനിഷ്കാസനത്തിനോ കാരണമാകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം 2 പോയിന്റുകൾ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു. പഠനത്തിന് ആധാരം ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ്. ഈ സംയോഗത്തെയാണ് ബന്ധം അഥവാ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ശക്തിപ്പെടലോ, നമ്മൾ പറയുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം തമ്മിൽ ചേരുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു പ്രതികരണം എങ്ങനെ ആയിരിക്കും? വളരെ ശക്തമായിരിക്കും. അപ്പോൾ ഈ ശക്തിപ്പെടലോ അല്ലെങ്കിൽ ഒരുപക്ഷെ ക്ഷീണവും ആയിരിക്കാം. കൃത്യമായ ചോദകങ്ങൾ നമ്മൾ കൊടുത്തില്ല എങ്കിൽ കുട്ടികളിൽ നിന്ന് കൃത്യമായ പ്രതികരണം വരണമെന്നില്ല. അപ്പോൾ ആ ബന്ധം എന്താവും? ക്ഷീണിതമാക്കാം. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ശക്തമോ ക്ഷീണിതമോ ആണ്, ശക്തിപ്പെടലോ ക്ഷീണിതമോ ആണ് ശീലരൂപീകരണത്തിനോ അല്ലെങ്കിൽ ശീലനിഷ്കാസനത്തിനോ കാരണമാകുന്നത്. ഈ കാരണത്താലാണ് തോണ്ടേക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തത്തെ ബന്ധ സിദ്ധാന്തം എന്ന് വിളിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ സിദ്ധാന്തത്തെ നിരവധി പേരുകളാണ് വിളിക്കുന്നത്. അപ്പോൾ ബന്ധ സിദ്ധാന്തമെന്നും ശ്രമപരാജയ സിദ്ധാന്തമെന്നും വിളിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് തോണ്ടേക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തത്തെ ബന്ധ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു എന്നതിൻ്റെ ആൻസറാണ് നമ്മളിവിടെ പറഞ്ഞത്. അതെന്തായിരുന്നു പറഞ്ഞത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ശക്തിപ്പെടലോ ക്ഷീണമോ ആണ് ശീലരൂപീകരണത്തിനും ശീലനിഷ്കാസനത്തിനോ കാരണമാകുന്നത്. ഈ കാരണത്താലാണ് തോണ്ടേക്കിൻ്റെ സിദ്ധാന്തത്തെ ബന്ധ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ 2 പോയിന്റുകൾ പഠിച്ചു. പഠനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ പഠനത്തിലൂടെ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ഒരു കൃത്യമായ പ്രതികരണം ഉളവാകണമെങ്കിൽ നമുക്ക് കൃത്യമായ ചോദകങ്ങൾ കൊടുക്കണം. ചോദകം എന്ന് പറയുമ്പോൾ എന്താ? ഒരു ജീവിയിൽ പ്രവർത്തിച്ച് പ്രതികരണം പുറപ്പെടുവിപ്പിക്കാൻ സഹായിക്കുന്ന ഊർജ സ്രോതസ്സാണ് ചോദകം അഥവാ സ്റ്റിമുലസുകൾ. അപ്പോൾ ബന്ധസിദ്ധാന്തത്തെ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തെ ബന്ധസിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടി പഠിക്കേണ്ടതാണ്, ഈ സിദ്ധാന്തത്തെയാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സിദ്ധാന്തത്തെയാണ് എന്തെന്നും അറിയപ്പെടുന്നത്? ശ്രമപരാജയ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തമെന്ന് അറിയപ്പെടാൻ എന്താ കാരണമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു പേരിൽ തന്നെയുണ്ട് ശ്രമപരാജയം. നമ്മൾ നിരവധി ശ്രമങ്ങൾ നടത്തും, അതിലൂടെ പരാജയപ്പെടും, പിന്നെയും ആ ശ്രമങ്ങൾ ആവർത്തനം, അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ. അപ്പോൾ പഠനം ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ളൊരു യാന്ത്രിക പ്രക്രിയയാണെന്നും
അപ്പോൾ പഠനം എന്ന് പറയുന്നത് എന്താണ്? ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു യാന്ത്രിക പ്രക്രിയയാണെന്നും പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിയാണ് ഈ ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത് എന്നുമാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ പഠനം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു യാന്ത്രിക പ്രക്രിയയാണെന്നും പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിയാണ് ഈ ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത് എന്നുമാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തെ ശ്രമപരാജയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠനം എന്ന് പറയുന്നത് എന്താണ്? ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു യാന്ത്രികമായ പ്രക്രിയയാണ് പഠനം. അപ്പോൾ ചോദകവും പ്രതികരണവും തമ്മിൽ സംയോഗമാകുമ്പോഴാണ്, ചേരുമ്പോഴാണ് ബന്ധം സ്ഥാപിതമാകുന്നത്. അപ്പോൾ ശ്രമപരാജയം എന്ന് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, പഠനത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മളൊരു ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു പ്രോബ്ലം കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവ എന്ത് ചെയ്യും? അവൻ്റെ വിവിധ മാർഗങ്ങൾ അവൻ ആരായും ശരിയായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നിരവധി തവണ അവൻ്റെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാം, നിരവധി ശ്രമങ്ങൾ നടത്താം, പരാജയം ഏറ്റുവാങ്ങാം. അതിലൂടെ, ആ പരാജയത്തിലൂടെയാണ്, ഈ ആവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം തെറ്റ് ആവർത്തിച്ചു, തുടരെ തുടരെ എന്ത് ചെയ്യും? ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും അവൻ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം, അല്ലേ? അപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് കൊടുക്കുന്ന പ്രോബ്ലംസുകളും അപ്പം ഇതേ പ്രോബ്ലം തന്നെ ഒന്നും കൂടി അവൻ ആവർത്തിച്ച് ചെയ്യുവാണെങ്കിൽ അവൻ്റെ ആൻസറിലേക്ക് അവൻ വളരെ പെട്ടെന്ന് എത്തിച്ചേരും. അപ്പം ഇതൊക്കെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ആവർത്തനത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും പ്രാധാന്യം. ക്ലാസ് റൂമിൽ നമ്മളൊരു കൊടുക്കുന്ന പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, ഒരു പുതിയ പരിശീലനം ആയിക്കൊള്ളട്ടെ, അതൊക്കെ അവൻ ആൻസർ എത്തിച്ചേരുക, അവനിൽ നിന്നും കൃത്യമായ പ്രതികരണം വരണവേൽ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കണം, അഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതാണ് പഠന അന്തരീക്ഷത്തിനും പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തെ നമ്മൾ ശ്രമപരാജയ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബന്ധസിദ്ധാന്തം എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ശ്രമപരാജയ സിദ്ധാന്തം എന്ന് നമ്മൾ ഈ ഒരു തോണ്ടേക്കിൻ്റെ സിദ്ധാന്തത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നുകൂടി നമ്മളിവിടെ വ്യക്തമായി തന്നെ പഠിച്ചു. അപ്പം നമ്മൾ ആ എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ഈ പഠന സിദ്ധാന്തം, അതായത് തോണ്ടേക്ക് ആവിഷ്കരിച്ച ഈ പഠന സിദ്ധാന്തം 3 ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ തോണ്ടേക്ക് ആവിഷ്കരിച്ച ഈ സിദ്ധാന്തം 3 അടിസ്ഥാനമായ ചില ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, പരിസ്ഥിതിയോ ഒരു സംഭവത്തിലോ അന്തർഭവിച്ചിട്ടുള്ള ചോദക ഘടകം. അപ്പോൾ ചോദകം വേണമല്ലോ പഠനം നടക്കുന്നതിന്. അപ്പോൾ ഈ ചോദകം എങ്ങനെയുള്ളതായിരിക്കണം? പരിസ്ഥിതിയോ ഒരു സംഭവത്തിലോ അന്തർഭവിച്ചിട്ടുള്ള ഒരു ചോദക ഘടകം. അപ്പോൾ ചോദകം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഊർജ്ജ സ്രോതസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരിൽ നിന്നും പ്രതികരണം ഉളവാക്കുന്നതിന് സഹായിക്കുന്ന, അത് എവിടെയാണ് അന്തർഭവിച്ചിരിക്കുന്നത്? ഒന്നെങ്കിൽ ഒരു പരിസ്ഥിതിയോ ഒരു സംഭവമോ അന്തർഭവിച്ചിട്ടുള്ള ചോദക ഘടകം, അത് ഒന്നാമത് വേണം. സെക്കൻഡ്ലി, ഒരു വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന പ്രതികരണ ഘടകം. പ്രതികരണ ഘടകം എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യവഹാരം എന്ന് വെച്ചാൽ ചേഷ്ട, അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ, സ്വഭാവം, അല്ലെ? വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന പ്രതികരണ ഘടകം. അപ്പോൾ മൂന്നാമത്തെ ഘടകം എന്ന് പറയുമ്പോൾ ഓരോ ചോദകവും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തോട് ശൃംഖലിതമാകുമെന്നും അങ്ങനെ വ്യവഹാര മാതൃകയ്ക്ക് കാരണമാകുമെന്നും ഉറപ്പുവരുത്തുമാറുള്ള ഒരു ബന്ധത്തിൻ്റെ രൂപവൽക്കരണം. അവിടെ ഏത് ബന്ധത്തിൻ്റെ രൂപവൽക്കരണമാണ്? എല്ലാ ചോദകവും ഒരു പ്രതികരണത്തോട് എപ്പോഴെങ്കിലും എന്താകും? ഒരു ശൃംഖലിതമാകുമെന്നും അങ്ങനെ വ്യവഹാര മാതൃകയ്ക്ക് വ്യവഹാരം എന്ന് വെച്ചാൽ ബിഹേവിയറിസത്തിന് കാരണമാകുമെന്നും ഉറപ്പുവരുത്തുമാറുള്ള ഒരു ബന്ധത്തിൻ്റെ രൂപവൽക്കരണം. ഈ പോയിന്റ് മനസ്സിലായല്ലോ. ഈ 3 ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ് തോണ്ടേക്ക് ആവിഷ്കരിച്ച ബന്ധസിദ്ധാന്തം. ഒന്ന്, ചോദകം ഉണ്ടാവണം, അതൊരു പരിസ്ഥിതിയിലോ സംഭവത്തിലോ അന്തർഭവിച്ചിരിക്കണം. ഒന്ന്, വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതികരണ ഘടകമുണ്ടായിരിക്കണം. പിന്നെ ഈ ചോദകവും പ്രതികരണവും തമ്മിൽ ശൃംഖലിതമാകുമെന്നും അങ്ങനെ വ്യവഹാര മാതൃകയ്ക്ക് കാരണമാകുമെന്നും ഉറപ്പുവരുത്തുന്ന ഒരു ബന്ധത്തിൻ്റെ രൂപവൽക്കരണം. ഈ 3 ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ തോണ്ടേക്ക് ആവിഷ്കരിച്ച പഠന സിദ്ധാന്തം. അപ്പോൾ ഇത്രയും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ തോണ്ടേക്കിൻ്റെ ഈ പഠന സിദ്ധാന്തവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്ന നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ബന്ധസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പിന്നെ നമ്മൾ ഈ ഒരു സിദ്ധാന്തത്തിൽ അധികവും പഠിക്കേണ്ടത് അദ്ദേഹം കൊണ്ടുവന്ന ചില വിദ്യാഭ്യാസ നിയമങ്ങളാണ്, പഠന നിയമങ്ങളൊക്കെയാണ്. ആ നിയമങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ നിയമങ്ങൾ ഞാൻ എടുത്തു പറയുന്നതിന് കാരണം, തോണ്ടേക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തത്തിൻ്റെ പഠന നിയമങ്ങൾ ഞാൻ എടുത്തു പറയുന്നതിന് കാരണം, നമ്മൾ ഈ അദ്ദേഹം ഞാൻ പറഞ്ഞ പരീക്ഷണങ്ങളുണ്ടല്ലോ, പരീക്ഷണം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഫല നിയമം,
അല്ലെങ്കിൽ എന്താണ് സന്നദ്ധതാ നിയമം, എന്താണ് അഭ്യാസ നിയമം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ 3 നിയമങ്ങളാണ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്. ഒന്ന് സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പരീക്ഷണം പഠിക്കുമ്പോൾ തന്നെ തോണ്ടേക്ക് ആവിഷ്കരിച്ച പരീക്ഷണം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആ ഒരു നിയമത്തിലേക്ക്, തോണ്ടേക്കിൻ്റെ നിയമത്തിലേക്കും എത്തിച്ചേരും. ഇത് കണക്ട് ചെയ്തുകൊണ്ടാണ് ആ നിയമം പഠിക്കുന്നത് നമ്മൾ. തോണ്ടേക്ക് ആവിഷ്കരിച്ച ചോദക പ്രതികരണ സിദ്ധാന്തമാണ് എന്തെന്നറിയപ്പെടുന്നത്? ശ്രമപരാജയ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോയിന്റാണ്. ഇനി ശ്രമപരാജയ സിദ്ധാന്തത്തെ നമ്മൾ പറഞ്ഞു, ശ്രമപരാജയ സിദ്ധാന്തം നമുക്ക് വിശദീകരിക്കുന്നതിന് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിലൂടെയല്ലേ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തരാൻ കഴിയത്തുള്ളൂ. വിദ്യാഭ്യാസത്തിലുള്ള ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ പ്രസക്തി എന്താണെന്നുള്ളത്. അപ്പോൾ ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് നേരത്തെ തന്നെ. അദ്ദേഹം നിരവധി ജീവികളിലൊക്കെ തന്നെ പരീക്ഷണം നടത്തി. ഫസ്റ്റ് ഓഫ് ഓൾ കോഴികളിൽ, മത്സ്യക്കുഞ്ഞുങ്ങളിൽ, പൂച്ചകളിൽ ഒക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ഏറ്റവും കൂടുതൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പരീക്ഷണം എന്നറിയപ്പെടുന്നത് അദ്ദേഹം പൂച്ചകളിൽ നടത്തിയ പരീക്ഷണമാണ്. അദ്ദേഹം പൂച്ചകളിൽ നടത്തിയ പരീക്ഷണമാണ് അതിൽ ഏറ്റവും അധികം പ്രാധാന്യപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് നടത്തിയത് പൂച്ചകളും, ഞാൻ പറഞ്ഞ നിരവധി ജീവികളുണ്ടെങ്കിലും വളരെ പ്രശസ്തം പൂച്ചകളിൽ നടത്തിയ പരീക്ഷണമാണ്. അപ്പോൾ ഈ പൂച്ചയിൽ ആയിരുന്നു അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഒരു പൂച്ചയെ, അതായത് വളരെയധികം വിശക്കുന്ന പൂച്ചയെ പസിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഒരു പ്രശ്ന പേടകത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിശക്കുന്ന പൂച്ചയെ ഒരു പ്രശ്ന പേടകത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയും, പ്രശ്നപേടകത്തിൽ വിശക്കുന്ന പൂച്ച, അപ്പോൾ പ്രശ്നപേടകത്തിലുള്ള വിശക്കുന്ന പൂച്ചയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു നല്ല വിശക്കുന്ന പൂച്ചയാണ്. ആ വിശക്കുന്ന പൂച്ചയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? അതായത് ഈ പ്രശ്നപേടകത്തിൻ്റെ അകത്ത് ഒരു വില്ല് അമർത്തിയാൽ തുറക്കുന്ന വിധത്തിലുള്ള ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രശ്നപേടകത്തിൻ്റെ അകത്ത് ഒരു വില്ല് അമർത്തിയാൽ തുറക്കുന്ന ഒരു വാതിലുണ്ടായിരുന്നു. പക്ഷെ പൂച്ചയ്ക്ക് അറിയില്ലായിരുന്നു ഈ വില്ല് അമർത്തിയാൽ ഈ പേടകം, അതായത് ഈ പ്രശ്നപേടകം തുറക്കുകയും അതിൻ്റെ പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പൂച്ചയ്ക്ക് നല്ല വിശക്കുന്നൊരു പൂച്ചയായിരുന്നു. ആ പൂച്ചയ്ക്ക് അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അതിനെ കാണാൻ കഴിയാത്തൊരു വിധത്തിൽ വളരെ പ്രശ്നപേടകത്തിൽ നിന്ന് വളരെ അകലെയായിട്ട് ഒരു വിശക്കുന്ന പൂച്ചയ്ക്ക് ഒരു മത്സ്യം വെച്ചു കൊടുത്തു. അപ്പോൾ ഈ വിശക്കുന്ന പൂച്ചയെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തിൻ്റെ ഗന്ധം എന്തായാലും അടിക്കും. മത്സ്യത്തിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു പ്രേരണ നൽകി. എന്തിനുള്ള പ്രേരണ നൽകിയത്? ഈ മത്സ്യത്തിൻ്റെ ഗന്ധം അവന് ഈ വില്ല് എങ്ങനെയെങ്കിലും അല്ലാതെ ഈ പ്രശ്നപേടകത്തിൽ നിന്നും എങ്ങനെയും പുറത്തു പോയി ആ ഭക്ഷണം ഭക്ഷിക്കുക എന്നറിയപ്പെടുന്ന പ്രേരണ അവന് നൽകി. അപ്പോൾ ഈ വിശക്കുന്ന പൂച്ചയെ സംബന്ധിച്ചിടത്തോളം മീനിൽ നിന്നുണ്ടായ ഗന്ധം ശക്തമായ പ്രേരണ അവന് നൽകി അല്ലേ? അപ്പോൾ അവൻ്റെ ലക്ഷ്യം ഇത്, അവൻ പല പ്രാവശ്യം പൂച്ച പലവട്ടം പുറത്തു വരാൻ പല ശ്രമങ്ങളും പ്രശ്നപേടകത്തിനുള്ളിൽ ചെയ്തു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചലനങ്ങളെ അവൻ ആവർത്തിച്ചു നടത്തി എന്ന് തന്നെ. പല ശ്രമങ്ങളും അവൻ നടത്തി പ്രശ്നപേടകത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പൂച്ച പലവട്ടം പുറത്തു വരാൻ ശ്രമം ആരംഭിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? ഒരു ശ്രമവും ഫലിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനെ ഇതിനിടയിൽ യാദൃച്ഛികമായി അവൻ വില്ലിൽ കൈവയ്ക്കുകയും, ഞാൻ പറഞ്ഞു ഒരു വില്ല് അമർത്തിയാൽ തുറക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആയിരുന്നു, ഒരു കവാടമായിരുന്നു ഈ പ്രശ്നപേടകത്തിനുണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പൂച്ച പല പ്രാവശ്യം ഈ ശ്രമങ്ങൾ യാദൃച്ഛികമായിട്ട് ആ വില്ലിൽ കൈവയ്ക്കുകയും അപ്പോൾ വാതിൽ എന്ത് ചെയ്യും? തുറക്കുകയും ചെയ്തു. അപ്പോൾ യാദൃച്ഛികമായി വില്ലിൽ കൈവയ്ക്കുകയും വാതിൽ തുറക്കുകയും ചെയ്തു. ക്രമേണ പുറത്തിറങ്ങാൻ അവൻ എന്ത് ചെയ്യൂ? പഠിക്കുകയും ചെയ്തു. അപ്പോൾ ആവർത്തനത്തിലൂടെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആവർത്തനത്തിലൂടെ പൂച്ചയുടെ തെറ്റായ ചലനങ്ങളുടെ എണ്ണം കുറയുകയും വാതിൽ തുറക്കുന്നതിന് വേണ്ടിയുള്ള സമയം ഹ്രസ്വമാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആവർത്തനം, നമ്മൾ പറഞ്ഞു സന്നദ്ധനാകുക, ആവർത്തനത്തിൻ്റെ പ്രാധാന്യവും സന്നദ്ധതയുടെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു. പല നിയമവും ഇവിടെ പറയുന്നുണ്ട്. സന്നദ്ധത എന്ന് പറയുമ്പോൾ ഇവിടെ പൂച്ച, വളരെ വിശക്കുന്ന പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭക്ഷണം, ആ മത്സ്യം അവന് വേണ്ട അത്യാവശ്യ ഘടകമാണ്. സന്നദ്ധതയാണ്, പഠിക്കാൻ സന്നദ്ധനായിട്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അടുത്ത നെക്സ്റ്റ് പറയുന്ന ആവർത്തനം. നമ്മൾ നമ്മുടെ ഒരു ക്ലാസ് റൂമിലായാൽ കൂടി നമ്മളൊരു പ്രവൃത്തി ആവർത്തനത്തിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ പ്രതികരണം വളരെയധികം വളരെ ശക്തമായിരിക്കും, ഫലപ്രാപ്തിയുള്ളതായിരിക്കും.
അപ്പം നമ്മുടെ ക്ലാസ് അന്തരീക്ഷവും അതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു സംതൃപ്തിയുള്ളൊരു ക്ലാസ് അന്തരീക്ഷം കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ മത്സ്യം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ വിശക്കുന്ന പൂച്ചയ്ക്ക് മത്സ്യം എന്ന് പറയുന്നത് അവനൊരു സമ്മാനിതമാണ്. മീൻസ് എന്താ പറയുന്നത്, നമ്മളിവിടെ അർത്ഥമാക്കുന്നത് അവന് കൊടുക്കുന്ന ഒരു സമ്മാനത്തിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത്. ശിക്ഷയ്ക്കും അതുപോലെ തന്നെ സമ്മാനത്തിനുമുള്ള പ്രാധാന്യം പഠനത്തിൽ തോണ്ടേക്ക് എടുത്തു പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ സംതൃപ്തകരമായിട്ടുള്ള അന്തരീക്ഷം കൊടുക്കുക അല്ല, അഭിപ്രേരണ കൊടുക്കുക ഒക്കെ തന്നെ നമ്മളെ പഠനത്തിൽ വളരെ അഭികാമ്യമായിട്ടുള്ള ഘടകങ്ങളാണെന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞ 3 നിയമങ്ങൾ കൂടി നിങ്ങൾ ആലോചിച്ച് വയ്ക്കേണ്ടതാണ്. പഠന സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അദ്ദേഹം ഇവിടെ പറയുന്നത് ആവർത്തനത്തിലൂടെ പൂച്ചയുടെ തെറ്റായ ചലനങ്ങളുടെ എണ്ണം കുറയുകയും അത് ആ പൂച്ച വാതിൽ തുറക്കുന്നതിന് വേണ്ടിയുള്ള സമയം, പിന്നെ അതിനുശേഷം അപ്പോൾ ആവർത്തനത്തിലൂടെ അവൻ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഈ പ്രശ്നപേടകത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നുള്ളത്. അതിനുശേഷം അവൻ്റെ തെറ്റായ ചലനങ്ങളുടെ എണ്ണം കുറയുകയും വളരെ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് അവന് ഈ പ്രശ്നപേടകത്തിനുള്ളിലാക്കിയപ്പോഴത്തേക്കും അവൻ വളരെ പെട്ടെന്ന് തന്നെ വില്ലമർത്തി തുറന്ന് പുറത്തേക്ക് പോവുകയും എന്ത് ചെയ്തു, മത്സ്യമെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആവർത്തനത്തിലൂടെ പൂച്ചയുടെ തെറ്റായ ചലനങ്ങളുടെ എണ്ണം കുറയുകയും വാതിൽ തുറക്കുന്നതിന് വേണ്ടിയുള്ള സമയം ഹ്രസ്വമാവുകയും ചെയ്തു. മനസ്സിലായല്ലോ. ഇതിനാണ് ശ്രമപരാജയം എന്നറിയപ്പെടുന്നത്, ശ്രമപരാജയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് തോണ്ടേക്കിൻ്റെ പരീക്ഷണത്തിലെ ആ പ്രധാനപ്പെട്ട പസിൽ ബോക്സ് പ്രശ്നപേടകമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഒരു വില്ല് അമർത്തിയാൽ തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രശ്നപേടകമാണ് പസിൽ ബോക്സിൻ്റെ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വിശക്കുന്ന പൂച്ചയെ വച്ചിരിക്കുന്നത്. മനസ്സിലാക്കുന്നല്ലോ. അടുത്ത നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കെണിവാതിൽ തുറക്കുന്നു, ഒരു കെണിവാതിലാണ് വച്ചിരിക്കുന്നത് അല്ലെ. വില്ല് അമർത്തിയാൽ മാത്രമേ തുറക്കത്തുള്ളൂ ഈ കെണിവാതിൽ. ഒരു സ്ട്രിങ്, നമ്മളൊരു സ്ട്രിങ് മീൻസ് അത് വലിക്കുക, വില്ല് അമർത്തിയാൽ മാത്രം ആ സ്ട്രിങ് വലിഞ്ഞ് പുറത്തേക്ക് വന്ന് അത് ചവിട്ടണം അല്ലെ. സ്ട്രിങ്ങിൽ ചവിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ സ്ട്രിങ് തുറക്കത്തുള്ളൂ. തുറത്തി അവൻ പുറത്തേക്ക് വരാൻ കഴിയത്തുള്ളൂ. ഇതായിരുന്നു പ്രശ്നപേടകം അഥവാ പസിൽ ബോക്സ് എന്നറിയപ്പെടുന്നത്. ഇവിടെ പുറത്ത് പൂച്ചയ്ക്ക് ഭക്ഷണം വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ശക്തമായ ഗന്ധം അവനൊരു പ്രേരണ നൽകുകയും അവൻ വളരെ പെട്ടെന്ന് തന്നെ നിരവധി ശ്രമങ്ങൾ നടത്തുകയും അവന് പുറത്തേക്ക് പോവുകയും പൂച്ച ഭക്ഷണം ഭക്ഷിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ആവർത്തനത്തിലൂടെ അവൻ്റെ തെറ്റായ ചലനങ്ങളുടെ എണ്ണം കുറയുകയും വളരെ പെട്ടെന്ന് തന്നെ വില്ല് അമർത്തി തുറന്ന് പുറത്തേക്ക് പോവുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ തന്നെ ചെയ്തു. അങ്ങനെ അവൻ്റെ തെറ്റായ ചലനങ്ങളുടെ എണ്ണം വളരെ ഹ്രസ്വമാവുകയും എന്ത് ചെയ്തു, ശരിയായ ചലനങ്ങൾ മാത്രം വരികയും ചെയ്തു. തുടർന്ന് അവൻ കാണാൻ കഴിഞ്ഞത്. ഇതിനെയാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. വ്യക്തമായി തന്നെ മനസ്സിലായല്ലോ എന്താണ് ശ്രമപരാജയ സിദ്ധാന്തം എന്നുള്ളത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനഃശാസ്ത്ര പഠനത്തിലുള്ള തോണ്ടേക്കിൻ്റെ പ്രധാന സംഭാവന. അപ്പോൾ മനഃശാസ്ത്ര പഠനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവന എന്ന് പറയുന്നത് ഒന്ന് മൃഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം തൻ്റെ പരീക്ഷണം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ജീവികളാണ് പരീക്ഷണങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോഴികളിൽ, മത്സ്യക്കുഞ്ഞുങ്ങളിൽ, പൂച്ചകളിലൊക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങളിലൂടെ എല്ലാം പിഴവുകളിലൂടെയുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പരീക്ഷണം എന്ന് വെച്ചാൽ നമ്മളിപ്പം തന്നെ പറഞ്ഞു ഒരു പൂച്ച നിരവധി പരീക്ഷണങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവന് നിരവധി തരത്തിലുള്ള ആവർത്തനങ്ങൾ അവിടെ ചെയ്തു നോക്കി. അപ്പോൾ പരീക്ഷണങ്ങളിലൂടെയും പിഴവുകളിലൂടെയും, അപ്പോൾ അവന് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആദ്യ തവണയൊക്കെ നമ്മൾ ഒരു മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം തന്നെ ആദ്യം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഒരുപിടി പിഴവുകൾ നമ്മളിൽ നിന്നും വരാം. പിന്നെ നിരന്തരം ആവർത്തിച്ച് ചെയ്യുവാണെങ്കിലോ നമ്മുടെ പിഴവുകൾ മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ ശരി ഉത്തരത്തിലേക്ക് എത്തിച്ചേരും. തുടർന്നാണെങ്കിലോ പിന്നും ഒന്നുകൂടി ആവർത്തിച്ച് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ശരി ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. സോ പരീക്ഷണങ്ങളിലൂടെയും പിഴവുകളിലൂടെയുമാണ് പഠനം സംഭവിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പരീക്ഷണത്തിലൂടെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്താം, ഞങ്ങൾ പിഴവുകളിലൂടെയും, ഇത് രണ്ടും വേണം. പരീക്ഷണത്തിലൂടെ മാത്രമല്ല പിഴവുകളും വേണം നമുക്ക്. ഈ രണ്ടിലൂടെയുമാണ് പഠനം സംഭവിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മൃഗം നിരവധി പ്രതികരണങ്ങൾ നടത്തി അല്ലേ. ഇവിടെ തന്നെ പൂച്ച നിരവധി പ്രതികരണങ്ങളൊക്കെ നടത്തി. അവയിൽ പലതും തെറ്റായതും ഫലപ്രദമല്ലാത്തതുമാണ്. അത് ആ നിരവധി പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ പല പ്രതികരണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, തെറ്റായതായിരുന്നു. അപ്പോൾ ഫലപ്രദമല്ലാത്തതുമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ അവനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തന്നെയും ഒടുവിൽ അഭികാമ്യമായ ഫലങ്ങൾ അവൻ ആവർത്തിക്കാൻ പഠിച്ചു. മാത്രം അവൻ ആവർത്തിക്കാൻ പഠിച്ചു. ശരിയായ പ്രവൃത്തി എന്താണോ അത് മാത്രം ആവർത്തിക്കാൻ അവൻ പഠിച്ചു എന്ന് വേണം നമുക്കിവിടെ നിന്നും വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെയാണ് ബോണ്ട് തിയറി അഥവാ ശ്രമപരാജയ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക, നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ്, നമ്മളെ ക്ലാസ് റൂം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളിലൂടെ ഒക്കെയാണ് നമ്മൾ പഠിച്ചു പോവേണ്ടത്.
അല്ല, ആ തിയറി നമ്മൾ പറഞ്ഞു എക്സാമിനേഷന് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നില്ല. അപ്പം നമ്മളിത് എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇത് ഏത് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുട്ടി ആവർത്തനത്തിലൂടെ നേടിയെടുക്കുന്ന പഠനം അല്ലേ. അപ്പം നമ്മൾ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വേണം ഇത് മനസ്സിലാക്കി പോവാൻ. ക്ലാസ് റൂമിൽ ആസ് എ ടീച്ചർ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഈ പറയുന്ന ശ്രമപരാജയ സിദ്ധാന്തത്തിലൂടെ എങ്ങനെ പഠനത്തിന് പ്രേരണ നൽകാം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം കൂടിയാണ്. കാര്യം നമ്മൾ ഈ ഒരു സിദ്ധാന്തം ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അഭിപ്രേരണ വളരെ പ്രാധാന്യമുണ്ട്. ഇവൻ്റെ പഠന സന്നദ്ധനാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അവനിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നൊരു കാരണമല്ലത്, കിട്ടത്തുന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവനെ പഠന സന്നദ്ധനാക്കണമെങ്കിൽ നല്ല സംതൃപ്തജനകമായൊരു ക്ലാസ് അന്തരീക്ഷം നമ്മൾ കൊടുക്കണം, അഭിപ്രേരണ കൊടുക്കണം, അവൻ്റെ മുന്നറിവുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അവൻ്റെ ഉൾക്കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഇതിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് പഠന സന്നദ്ധത കൈവരിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ആവർത്തനത്തിലൂടെയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങളാണ്. അപ്പം ഇവിടെ ഇതും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ. പഠന നിയമം നമ്മളിപ്പം പഠിച്ച പരീക്ഷണമുണ്ടല്ലോ, തോണ്ടേക്ക് തൻ്റെ പൂച്ചയിൽ നടത്തിയ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ തന്നെ ഈ നിയമങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെയും പഠിച്ചു. ഇനി നമുക്കത് വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഈ തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ എന്നുള്ളത് അല്ലേ. പ്രധാനപ്പെട്ട പഠന നിയമങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ. ആരുടെ? തോണ്ടേക്ക് ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട പഠന നിയമങ്ങൾ. സോ തോണ്ടൈക്കിൻ്റെ പഠന നിയമങ്ങളാണ് ഫസ്റ്റ്. ഞാൻ പറഞ്ഞു 3 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട് തോണ്ടൈക്കിൻ്റെ പ്രധാനപ്പെട്ട 3 പഠന നിയമങ്ങളാണ്. ഒന്ന് സന്നദ്ധതാ നിയമം. ഏതാണ്? സന്നദ്ധതാ നിയമം. സെക്കൻഡ്ലി പറയുകയാണെങ്കിൽ ഫല നിയമം. തേർഡ് അഭ്യാസ നിയമം. വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങളിലൊന്ന് സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അല്ല, ഫസ്റ്റ് നിയമമാണ് സന്നദ്ധതാ നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തോണ്ടേക്കിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് പഠന നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അപ്പോൾ നമുക്കിതിലെ സന്നദ്ധതാ നിയമത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ സന്നദ്ധതാ നിയമം എന്നുദ്ദേശിക്കുന്നത് പഠിതാവ് പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ, നമുക്ക് ഈ നിയമം ആദ്യമായിട്ട് എന്താണെന്ന് നോക്കാം. പഠിതാവ് പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ പഠനം നടക്കൂ എന്ന വസ്തുതയാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ തോണ്ടേക്കിൻ്റെ പഠന നിയമത്തിലേക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രധാനമായും 3 നിയമങ്ങളാണുള്ളത്. ഒന്ന് സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, ഫല നിയമം. സന്നദ്ധതാ നിയമമാണ് നമ്മൾ പ്രശ്നപേടകത്തിലെ പൂച്ചയുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കുട്ടി ക്ലാസ് റൂമിൽ നമുക്ക് അപ്ലിക്കബിൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുട്ടി പഠനത്തിന് സന്നദ്ധനായിട്ടിരിക്കുന്ന അവസരത്തിൽ അവനെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സന്നദ്ധ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപിക ചെയ്യേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ അങ്ങ് പഠന സന്നദ്ധതയൊന്നും വരത്തില്ല. കാര്യം എന്താ? നമുക്ക് പഠന സന്നദ്ധരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംതൃപ്തിജനകമായ ക്ലാസ് അന്തരീക്ഷം പ്രദാനം ചെയ്യണം. അധ്യാപികയുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം ഇതെല്ലാം വേണം നമുക്ക് ക്ലാസ് റൂമിൽ. ഓക്കെ, അപ്പോൾ പഠിതാവ് പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ പഠനം നടക്കൂ. മനസ്സിലായല്ലോ. പഠിതാവ് എപ്പോഴാണോ പഠിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ മാത്രമേ പഠനം നടക്കൂ എന്ന വസ്തുതയാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ലേണിംഗ് റെഡിനെസ് എന്ന് പറയുമ്പോൾ പഠിതാവ് പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ പഠനവും നടക്കൂ എന്നുള്ളതാണ് ഈ ഒരു നിയമം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എടുക്കുകയാണ്. അവനൊരു പഠിക്കാൻ യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പ് ഒരു താല്പര്യവും അവനില്ല എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ നമ്മൾ അവനെ പല തലത്തിലും ടീച്ചർ ഇങ്ങനെ ശ്രമിക്കും. അവനെ കുട്ടി പഠിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നമ്മൾ നടത്തുമെങ്കിലും കുട്ടി പഠിക്കാൻ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അവനെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ പ്രേരണ കൊടുക്കാൻ, അതായത് കൃത്യമായൊരു ഊർജ്ജ സ്രോതസ് അഥവാ ചോദകം കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല അവനെ. കാര്യം എന്താ? അവന് താല്പര്യമില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് പല കാരണങ്ങളായിരിക്കും അവന് താല്പര്യമില്ല. ഒന്ന്, അത് ഒരു മാനസിക നിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പഠന സന്നദ്ധതാ നിയമം കുട്ടിയുടെ മനോനിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ. നമ്മുടെ മനോനില, നമ്മുടെ മാനസിക സംതൃപ്തിയാണല്ലോ സംതൃപ്തിജനകമായിട്ടുള്ള സമയത്ത് നമ്മൾ മറ്റൊരു സമയത്തെക്കാട്ടിലും അധികമായിട്ട് പഠിക്കും.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പഠന സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത് കുട്ടിയുടെ മനോനിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവൻ്റെ മാനസിക നിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുട്ടി പഠിക്കാൻ തയ്യാറല്ല എങ്കിൽ എത്ര ശ്രമിച്ചാലും നമുക്ക് ആ കുട്ടിയെ പഠിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിയുകയില്ല. കുട്ടി പഠന സന്നദ്ധത കൈവരിക്കുന്നത് വരെ അവനെ പഠിപ്പിക്കരുതെന്നും. അപ്പോൾ തോണ്ടേക്ക് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എപ്പോഴാണോ അവൻ പഠന സന്നദ്ധത വരുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കാവൂ. പഠന സന്നദ്ധത കൈവരിക്കുന്നത് വരെ നിങ്ങൾ യാതൊന്നും അവനെ പഠിപ്പിക്കരുതെന്നും, മറിച്ച് പഠന സന്നദ്ധത കൈവരിച്ചു കഴിഞ്ഞാൽ പഠന അനുഭവം നൽകാനുള്ള ഒരു അവസരവും നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കി കളയുകയും ചെയ്യരുത്. കാര്യം അതിന് നമുക്കൊരു പ്രേരണയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള അഭിപ്രേരണയും അതായത് പ്രേരണയും കൊടുത്തില്ല എങ്കിൽ അതും അവന് വലിയ പ്രശ്നം വരും കേട്ടോ. കാര്യം അവൻ്റെ മനസ്സ് അസ്വസ്ഥജനകമാകുന്നതിനിടയാക്കും. അപ്പോൾ എപ്പോഴാണോ കുട്ടി നല്ല പഠന സന്നദ്ധനായിട്ടിരിക്കാറുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് തോണ്ടേക്ക് അഭിപ്രായപ്പെടുന്നത് തന്നെ. അതായത് ഈ ഒരു സന്നദ്ധതാ നിയമത്തിലൂടെ നമ്മുടെ ക്ലാസ് അന്തരീക്ഷത്തിൽ നമുക്കിത് എങ്ങനെ പ്രായോഗികമാക്കാം, ആസ് എ ടീച്ചർ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എങ്ങനെ പഠന സന്നദ്ധനാക്കി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പഠന അനുഭവം നൽകാനുള്ള അവസരങ്ങൾ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത് എന്നും ഈ നിയമം മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായും കൂടുതൽ സംതൃപ്തിയോടെയും കൂടിയും പഠിക്കുന്നു. അല്ലെ, നമുക്കതാണല്ലോ വേണ്ടത്. നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ അവൻ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഇത് പഠിച്ച അനുഭവത്തെ അവൻ മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടുത്തണം, അല്ലേ, എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളെ പരമാവധി അവൻ പഠിച്ച് മറ്റൊരു അവസരത്തിന് അവനെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ്, നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ്. നിത്യജീവിതത്തിൽ അവൻ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസിനെ നമ്മൾ പഠിച്ച സാഹചര്യവുമായിട്ട് പ്രയോജനപ്പെടുത്തണം. ഇതൊക്കെ തന്നെ നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഘടകങ്ങളാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സംതൃപ്തിജനകമായ അന്തരീക്ഷം ക്ലാസ് റൂമിൽ കൊടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ, അതായത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു സന്തോഷകരമായുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവൻ്റെ മനോനിലയിൽ സംതൃപ്തി വരും. അപ്പോൾ അവൻ പഠന സന്നദ്ധനാകും. ആ അവസരത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് മറ്റൊരു അവസരത്തിനെക്കാട്ടിലും വളരെയധികം അവൻ്റെ പഠനവും വളരെ ശക്തവും ഫലപ്രദവും അവനും സംതൃപ്തി ജനിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ് തോണ്ടേക്കിൻ്റെ സന്നദ്ധതാ നിയമം പറയുന്നത്. മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരു കുതിരയെ സംബന്ധിച്ചിടത്തോളം കുതിരയ്ക്ക് നമ്മളൊരു കുളത്തിലേക്ക് കൊണ്ടുപോവാണ് കുതിരയെ. അവന് വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ അവന് എന്തായാലും ദാഹമില്ലാത്തൊരു അവസരത്തിൽ ഈ കുതിരയ്ക്ക് വെറുതെ വെള്ളം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവന് വേണ്ട എന്ന് തന്നെ വധിക്കും. ആവശ്യമില്ല. അപ്പം ഞാൻ ഈ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. കാര്യം ദാഹിച്ചിരിക്കുന്ന കുതിരയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ആവശ്യമാണ്. ഇല്ലാതെ കുളത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കണമെന്നുണ്ടോ അവൻ? ഇല്ല, അതിൻ്റെ കാര്യമില്ല. അപ്പോൾ അവന് ദാഹിച്ചിരിക്കുന്ന അവസരത്തിൽ മാത്രമേ അവൻ വെള്ളം കുടിക്കൂ. ഇപ്പോൾ കുളത്തിലേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ അവൻ വെള്ളം കുടിക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ സന്നദ്ധതാ നിയമം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠന സന്നദ്ധനായിട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അവസരം കൊടുക്കുക ഇവൻ എപ്പോഴാണോ പഠന സന്നദ്ധ കൈവരിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായി? അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ അവസരങ്ങളൊന്നും കുട്ടികളിൽ നിന്ന് വരില്ല. അതിന് നമ്മൾ ക്ലാസ് അന്തരീക്ഷം വളരെ സംതൃപ്തിജനകമാക്കണം എന്നുകൂടി തോർണ്ടേക്കിൻ്റെ സന്നദ്ധ നിയമത്തിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, സ്വയം സന്നദ്ധതയും താല്പര്യമുള്ള സമയമാണ് പ്രവർത്തിക്കാൻ ഏറ്റവും അനുയോജ്യം. നമ്മൾ ഈ പറഞ്ഞല്ലോ, കുട്ടിയുടെ സന്നദ്ധതയുള്ള സമയം. ആ സമയത്ത് പ്രവർത്തിക്കുന്നത് മറ്റുള്ള സമയത്ത് പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ അഭികാമ്യമായിരിക്കും, അല്ലേ? താല്പര്യമില്ലെങ്കിൽ പ്രവർത്തിക്കൂ എന്നത് ഞാൻ പറഞ്ഞു. താല്പര്യമില്ലാത്ത സമയത്ത് പ്രവർത്തിക്കുക എന്നതൊരു അസ്വസ്ഥജനകമാണ്. എനിക്ക് താല്പര്യമില്ല എങ്കിലും ഞാൻ ഇങ്ങനെ പഠിക്കുന്നു, അതൊരു അവൻ്റെ മനോനിലയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നാൽ സന്നദ്ധതയുള്ള സമയത്ത് പ്രവർത്തിക്കാതിരിക്കുന്നതും അതിലേറെ അസ്വസ്ഥകരമായി തീരും. ഇപ്പം സന്നദ്ധനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവനെ ഒന്നും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു അഭിപ്രായം ഒന്നും ലഭ്യമാകുന്നില്ലെങ്കിൽ അതും അസ്വസ്ഥജനകമായിരിക്കും. അവൻ പഠന സന്നദ്ധനായിട്ടിരിക്കുന്ന സമയത്ത് അവനൊന്നും പഠിപ്പിച്ചില്ലെങ്കിലോ അത് അവൻ്റെ മനോനിലയെ അസ്വസ്ഥകരമാക്കി തീർക്കും. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പഠന സാഹചര്യങ്ങളും പഠിതാവിൻ്റെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട ശരിയായ നിമിഷങ്ങൾ ആര് കണ്ടറിയണം? ആസ് എ ടീച്ചർ, ഒരു അധ്യാപിക വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അത് പരമാവധി അവർ പ്രയോജനപ്പെടുത്തുകയും വേണം. കുട്ടിയുടെ ശ്രദ്ധയും താല്പര്യവും ജിജ്ഞാസയും ഉണർത്തി അവരിൽ അഭിപ്രേരണ വളർത്തണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠന സന്നദ്ധനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അധ്യാപികയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇല്ല എങ്കിലോ
അവൻ്റെ മനസ്സ് പിന്നും അസ്വസ്ഥജനകമായി തീരും. സോ പഠന സാഹചര്യങ്ങളും പഠിതാവിൻ്റെ മനോനിലയും തമ്മിൽ ബന്ധപ്പെട്ടതാണ് പഠനസന്നദ്ധത നിയമം. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ശരിയായ നിമിഷങ്ങൾ ആര് കണ്ടറിയണം? അധ്യാപിക കണ്ടറിഞ്ഞ് അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് കുട്ടിയുടെ ശ്രദ്ധയും താല്പര്യവും ജിജ്ഞാസയും ഉണർത്തി അവരിൽ അഭിപ്രേരണ വളർത്തണം. അപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ ശരിയായ നമ്മൾ ഒരു നിമിഷം നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിയായ നിമിഷം, ആ ശരിയായ നിമിഷം നമ്മൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ കുട്ടിയുടെ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആസ് എ ടീച്ചർ? അവൻ്റെ ശ്രദ്ധ എങ്ങനെയാണ്, അവൻ്റെ താല്പര്യം, അവൻ്റെ ജിജ്ഞാസയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഉണർത്തണം. വെറുതെ അങ്ങനെ ഉണർത്താൻ നമുക്ക് കഴിയത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി നമ്മൾ മോട്ടിവേറ്റഡ് ആക്കണം. അഭിപ്രേരണ, മോട്ടിവേഷൻ, അഭിപ്രേരണ ജനിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? അവനിൽ നമ്മൾ ഈ പറയുന്ന സന്നദ്ധത കൈവരിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു വെറുതെ സന്നദ്ധതയൊന്നും വരത്തില്ല. വരണമെങ്കിൽ നമുക്ക് അവൻ്റെ നിലയുമായിട്ട്, മാനസിക നിലയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടറിഞ്ഞ് നല്ല നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യണം ക്ലാസ്സിൽ. അങ്ങനെ വെറുതെ പ്രദാനം ചെയ്യാനും കഴിയത്തില്ല. അപ്പോൾ അവൾ അവിടെ എന്ത് ചെയ്യണം? അവൻ്റെ ശ്രദ്ധയും താല്പര്യവും ജിജ്ഞാസയൊക്കെ ഉണർത്തുന്ന തരത്തിലുള്ള അഭിപ്രേരണ അവന് കൊടുക്കുക. അഭിപ്രേരണ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല എപ്പോഴും മോട്ടിവേറ്റ് ആക്കി എടുക്കുക. വെറുതെ അഭിപ്രേരണ കൊടുക്കില്ല. ക്ലാസ് അന്തരീക്ഷം നല്ലതായിരിക്കണം. അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അധ്യാപിക എപ്പോഴും ഇങ്ങനെ അവനെ എന്ത് ചെയ്യും? ശിക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്ത് കാര്യത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ല ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും. അങ്ങനെയൊക്കെ ഒരു സമയത്ത് കുട്ടിയിൽ നിന്നുമുള്ള ഒരു സംതൃപ്തകരമായ അന്തരീക്ഷം അല്ല അവൻ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതും അവൻ്റെ മനസ്സ് അസ്വസ്ഥജനകമാകും. അപ്പോൾ അവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് നല്ലത് തന്നെ പറയുക. വെരി ഗുഡ്. കുട്ടി ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അധ്യാപകർ ഉടൻ തന്നെ അവന് ഒരു സമ്മാനിതമാക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ വെരി ഗുഡ്, നല്ല കാര്യമാണ് ചെയ്തത്, ഇന്ന് എക്സാമിനേഷൻ നല്ല മാർക്കുണ്ട്, അതൊക്കെ ഉടനടി അവന് സമ്മാനിതമാക്കി കൊടുക്കുകയാണ്. പറഞ്ഞില്ലേ? അപ്പോൾ ഇത്രയുള്ള അവസരങ്ങളിൽ ഇതാ പറയുന്നത്. ഞാൻ ഈ സമ്മാനത്തിൻ്റെ കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞത് അഭിപ്രേരണയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പലതരത്തിലുള്ള അഭിപ്രേരണ കൊടുക്കാം. കുട്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നല്ലതാക്കി പറയാം, അവനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ശിക്ഷയ്ക്ക് മാത്രം ശിക്ഷ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ശിക്ഷയ്ക്ക് മാത്രം അമിത പ്രാധാന്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ അഭിപ്രേരണ കുട്ടികൾ വരത്തില്ല. ക്ലാസ് അന്തരീക്ഷം സംതൃപ്തകരമാകണമെന്നുമില്ല. അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഇതിനെയാണ് പഠന സന്നദ്ധതാ നിയമം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോണ്ടേക്ക് ആവിഷ്കരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായ സന്നദ്ധതാ നിയമത്തെക്കുറിച്ചാണ്. പഠന സന്നദ്ധതാ നിയമം. അപ്പോൾ എന്താണ് സന്നദ്ധത? ലേണിംഗ് റെഡിനെസ് എന്ന് നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു നിയമത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫലനിയമം അഥവാ ലോ ഓഫ് എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫലനിയമം അഥവാ ലോ ഓഫ് എഫക്റ്റ്. അപ്പോൾ ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ഒരു ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭ്യമാക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ബലം വർദ്ധിക്കുന്നു. ബന്ധം ഉണ്ടായിക്കഴിഞ്ഞ് അസ്വസ്ഥജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി കുറയും. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതിൻ്റെ ചെറിയ ഭാഗം തന്നെ ഇവിടെയും ആ സന്നദ്ധത പോലെ തന്നെ ഫലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പൂജയെ സംബന്ധിച്ചിടത്തോളം അവന് ശക്തമായ സന്നദ്ധനായിട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അവനെ എന്ത് ചെയ്യുന്നു? ഒരു സംതൃപ്തിജനകമായ ഒരു അന്തരീക്ഷമല്ലേ കൊടുത്തത് അവന്. കാര്യം എന്താ? അവനൊരു പൂച്ചയ്ക്ക് ആ കൊടുത്ത മത്സ്യം അവനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലൊരു സാഹചര്യമാണ്, സംതൃപ്തിയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ബന്ധം, ആ പ്രവൃത്തി അവൻ ശക്തമാക്കി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അസ്വസ്ഥജനകമായ സാഹചര്യമാണ് ജനിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിലോ അതിൻ്റെ ശക്തി കുറയും. അപ്പോൾ ക്ലാസ്സിൽ അവൻ ചെയ്ത നല്ലൊരു പ്രവൃത്തിക്ക് പോലും ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ആ പ്രതികരണം അവനെ അസ്വസ്ഥജനകനാക്കുകയാണെങ്കിലോ അവൻ ആ പ്രവൃത്തി ഇനിയും ആവർത്തിക്കുകയില്ല. ഞാൻ എത്ര ചെയ്തിട്ടും എൻ്റെ അധ്യാപികയുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ ആ പ്രവൃത്തി ഇനി ചെയ്യണമെന്നില്ല. അതാ പറയുന്ന ഫലനിയമം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഫലനിയമത്തിൽ നമ്മൾ എടുത്തു പറയുന്നതാണ് സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള ആ പ്രാധാന്യമൊക്കെ തന്നെ ഈ നിയമത്തിൽ എടുത്തു പറയുന്നുമുണ്ട് നമ്മൾ. അപ്പോൾ ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പരിവർത്തനക്ഷമമായ ഒരു ബന്ധം സ്ഥാപിതമാകുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭ്യമാക്കുകയും ചെയ്താൽ, ഞാൻ പറഞ്ഞു ചോദക പ്രതികരണങ്ങൾ തമ്മിൽ ഒരു ബന്ധം, കൃത്യമായൊരു ബന്ധം സ്ഥാപിതമായി എന്ന് നമ്മൾ പറഞ്ഞു. ബന്ധം സ്ഥാപിതമായ സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭ്യമാവുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ബലം എപ്പോഴും എന്ത് ചെയ്യും? വർദ്ധിക്കും. എന്നാൽ അസ്വസ്ഥജനകമാണെങ്കിലോ ആ ബന്ധത്തിൻ്റെ ശക്തി കുറയും. ഇത് ക്ലാസ് റൂമിൽ ഇപ്പം നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം നമുക്ക് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, ക്ലാസ് റൂമിൽ ആപ്ലിക്കബിൾ ആക്കുക എന്നുള്ളത് എന്താണ്?
അപ്പോൾ ഒരു ഫലനിയമം സൂചിപ്പിക്കുന്നത് നല്ല ഫലം കിട്ടിയാൽ മാത്രമേ ചോദക പ്രതികരണങ്ങൾ തമ്മിൽ കാര്യക്ഷമമായ ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ. അപ്പോൾ പൂച്ചയ്ക്ക് മത്സ്യം കിട്ടി, അതൊരു നല്ല ഫലമല്ലേ കിട്ടിയത്. ഒരു കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അധ്യാപികയിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം അല്ലെ, അവന് അധ്യാപികയിൽ നിന്നൊരു ശിക്ഷയാണ് ലഭ്യമായെങ്കിലോ ആ ശിക്ഷ നമ്മൾ പറയുന്നത് പഠനത്തിൽ ശിക്ഷയ്ക്കുള്ള സ്ഥാനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റുകളാണല്ലേ. അത് എപ്പോഴും നമ്മളിങ്ങനെ ശിക്ഷ തന്നെ കൊടുക്കുക, എന്താ കുട്ടിക്ക് മാനസികമായ നിലയിൽ തെറ്റുന്ന വിധത്തിലുള്ള ചില അധ്യാപികയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ, ഇവയൊക്കെ തന്നെ നമുക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നില്ല. സോ ഫലനിയമം സൂചിപ്പിക്കുന്നത് നല്ല ഫലം കിട്ടിയ ഫലം നല്ലതായിരിക്കണം, സംതൃപ്തിജനകമായിരിക്കണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, മാത്രമേ ആ ചോദക പ്രതികരണങ്ങൾ തമ്മിൽ കാര്യക്ഷമമായ ബന്ധം സ്ഥാപിക്കൂ. അപ്പം ഫലം ശരിയായില്ലെങ്കിലോ ചോദകവും പ്രതികരണവും തമ്മിൽ കാര്യക്ഷമമായ ബന്ധം സ്ഥാപിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഫലനിയമത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫലനിയമം എന്നുള്ളത്. അപ്പോൾ ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പരിവർത്തനക്ഷമമായൊരു ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭ്യമാക്കുകയും ചെയ്യാൽ ആ ബന്ധം എങ്ങനെയുള്ളതാ? ബന്ധം വളരെ ശക്തമായിരിക്കും. എന്നാൽ ആ ബന്ധം ഫലം കിട്ടിയില്ലെങ്കിലോ ആ പ്രതികരണങ്ങൾ തമ്മിൽ ചോദക പ്രതികരണങ്ങൾ തമ്മിൽ കാര്യക്ഷമമായ ബന്ധം സ്ഥാപിതമാകുകയില്ല എന്നുള്ളതാണ് ഈ ഫലനിയമം സൂചിപ്പിക്കുന്നത്. സോ ഇക്കാരണത്താൽ തൃപ്തിയോ അതൃപ്തിയോ സന്തുഷ്ടിയോ അസന്തുഷ്ടിയോ ആണ് പഠനത്തിൻ്റെ കാര്യക്ഷമമായ നിലവാരം നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഠനത്തിൽ എന്തൊക്കെയുണ്ട്? തൃപ്തിയുമുണ്ട്, അതൃപ്തിയും കുട്ടിയിൽ നിന്ന് വരാം, ഇല്ലെങ്കിൽ സന്തുഷ്ടിയുമുണ്ട്, അസന്തുഷ്ടിയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ പഠനത്തിൻ്റെ കാര്യക്ഷമത നിലവാരം നിയന്ത്രിക്കുന്നു. നിലവാരം നിയന്ത്രിക്കുന്ന ഇവയൊക്കെ തന്നെ വേണം. കാരണം പഠനത്തിൽ സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള സ്ഥാനം ഇത് വ്യക്തമാക്കുന്നു. ഒരു പഠനത്തിലൂടെ കുട്ടിക്ക് സംതൃപ്തി ലഭിക്കുന്നത് എപ്പോഴാണ്? അവന് സമ്മാനിതമാകുമ്പോഴാണ്. അവന് സമ്മാനം കൊടുക്കും, ഇല്ലെങ്കിൽ അസംതൃപ്തി കൊടുക്കുമ്പോൾ അവന് ശിക്ഷ കൊടുക്കും. ശിക്ഷയും വേണം, അത് അസംതൃപ്തിക്ക് ഇടയാക്കും. അപ്പോൾ സന്തുഷ്ടിയാണെങ്കിലും അസന്തുഷ്ടിയാണോ ആണ് പഠനത്തിൻ്റെ കാര്യക്ഷമത. അപ്പം നമ്മൾ പറഞ്ഞ തൃപ്തിയും അതൃപ്തിയോ സന്തുഷ്ടിയോ അസന്തുഷ്ടിയോ ആണ് പഠനത്തിൻ്റെ കാര്യക്ഷമത നിലവാരം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇക്കാരണത്താൽ അപ്പം നമ്മൾ ഈ ഫലനിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയുന്നത് പഠനത്തിൽ സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള സ്ഥാനം വ്യക്തമാക്കുന്നു. അപ്പോൾ എഡ്വേർഡ് തോണ്ടേക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തത്തിലാണ് പഠനത്തിൽ സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള സ്ഥാനം എടുത്തു പറയുന്നത്. പഠനത്തിൽ എന്തിൻ്റെ പ്രാധാന്യം? സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള സ്ഥാനം. കാര്യം ഈ സമ്മാനം കൊടുക്കുമ്പോൾ അവൻ്റെ മനോനില മാനസിക നിലയിൽ സംതൃപ്തിജനകമാകും. അവൻ ആ പ്രവൃത്തി ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം എന്താവും? വളരെ ശക്തമാകും. അപ്പോൾ അവിടെ അവൻ്റെ പഠനം എങ്ങാനാവും? വളരെ ഫലപ്രദവും തൃപ്തികരവുമാകുന്നു. ഇതിനാണ് ഫലനിയമം പറയുന്നത്. അപ്പോൾ അധ്യാപകൻ ക്ലാസ് മുറിയിൽ, അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നമുക്ക് ഈ ഒരു ഫലനിയമം വരത്തില്ല. ഇവിടെയും ക്ലാസ് മുറിയിൽ അധ്യാപകൻ എന്തായിരിക്കണം? ഒരു ആനന്ദകരമായിട്ടുള്ള പരിസ്ഥിതി എപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കണം. അയാൾ അനുകമ്പ, അപ്പം നമ്മൾ എപ്പോഴും അനുകമ്പ പ്രദർശിപ്പിക്കണം എന്നുള്ള, നമുക്ക് അവനിൽ നിന്നുണ്ടാകുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രതികരണങ്ങൾക്ക് നമ്മൾ അവനിൽ എന്ത് ചെയ്യണം? അനുകമ്പ പ്രദർശിപ്പിക്കുകയും കുട്ടികൾ സ്വയം തൻ്റെ പ്രവൃത്തിയിൽ, അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവന് തന്നെ ഒരു ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവൻ തന്നെ വിചാരിക്കും എന്താണ് താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നല്ല പ്രവൃത്തിയാണ്. അപ്പോൾ അവന് തന്നെ ഒരു സ്വയം അവൻ മോട്ടിവേറ്റഡ് ആകും അല്ലേ, പ്രദർശിപ്പിക്കുകയും അവൻ സ്വയം അവൻ്റെ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുകയും കുട്ടികൾക്ക് സന്തുഷ്ടിയും അർത്ഥബോധവും നൽകുന്ന പഠനാനുഭവങ്ങൾ ആവിഷ്കരിച്ച് നൽകുകയും വേണം. അപ്പോൾ ഈ അധ്യാപകൻ ക്ലാസ്സിൽ കൊടുക്കുന്ന പഠന അനുഭവങ്ങൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല സംതൃപ്തി ഉണ്ടാകണം, സന്തുഷ്ടി അവനുണ്ടാകണം, അർത്ഥബോധവും ഉണ്ടാക്കണം. അതിലൂടെ അവൻ തന്നെ മോട്ടിവേറ്റഡ് ആകണം സ്വയം. എന്നിട്ട് അവൻ വിചാരിക്കണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് തന്നെ സന്തോഷം വന്നു എന്ന് സ്വയം അവൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ അങ്ങോട്ട് ഈ പറയുന്ന ഒരു സംതൃപ്തിയോ ക്ലാസ് അന്തരീക്ഷം കൃത്യമായ ലെവലിൽ സംതൃപ്തിജനകം ആകണമെന്നില്ല. അപ്പോൾ എല്ലാം എപ്പോഴും ഒരു അധ്യാപിക ക്ലാസ്സിൽ വന്നിട്ട് പഠനാനുഭവങ്ങൾ കൊടുക്കുമ്പോഴൊന്നും ശരിയാകണമെന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളാണ് ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ, മനസ്സിലാവുള്ളൂ. ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചും മറ്റ് പഠനം, ഇപ്പോൾ എപ്പോഴും ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്നുമില്ല. അത് ചിലപ്പോൾ ക്ലാസ്സിലെ റൂമിൽ അധ്യാപികയുടെ ചില പഠന അനുഭവങ്ങൾ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതിനും നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മൾ ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന അന്തരീക്ഷങ്ങൾ ക്ലാസ് റൂമിൽ പ്രദാനം ചെയ്യണം. ഇതൊക്കെ തന്നെ സാധാരണ ക്ലാസ് റൂമിലെ അന്തരീക്ഷത്തേക്കാൾ വളരെയധികം സംതൃപ്തി ജനിക്കുന്നതായിരിക്കും. അവൻ്റെ മാനസിക നില വളരെ ഹാപ്പിനെസ് ആവും, സന്തോഷകരമായിട്ടുള്ളൊരു സംതൃപ്തിയൊക്കെ തന്നെ അവന് കിട്ടും.
അപ്പോൾ അവൻ്റെ പഠന സന്നദ്ധതയും കൂടും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്താണ് അവൻ്റെ പ്രതികരണം, അല്ലെങ്കിൽ ഈ ഒരു ഫല നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ഫലപ്രാപ്തിയോടുകൂടി ചെയ്യുന്നു. അല്ല, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുമാണ്. അവൻ്റെ പഠനം വളരെയധികം എന്താവും, ശക്തമായി തീരും. അതിൽ നിന്നും അവന് ഫലപ്രാപ്തി ലഭ്യമാകും. ഇതാണ് ഫലനിയമം. ഫലനിയമത്തെ നിങ്ങൾ എടുത്തു പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ പഠനത്തിൽ സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള സ്ഥാനം. പഠനത്തിൽ സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള സ്ഥാനം എടുത്തു പറയുന്നുണ്ട്. അധ്യാപകൻ ക്ലാസ് മുറി എപ്പോഴും ഒരു ആനന്ദകരമായി തീർക്കണം. നമ്മൾ വ്യവഹാര സിദ്ധാന്തങ്ങളിൽ എല്ലാത്തിലും പരിസ്ഥിതിക്കുള്ള പ്രാധാന്യം എടുത്തു പറഞ്ഞു അല്ലേ. നമ്മളെ ക്ലാസ് അന്തരീക്ഷം എപ്പോഴും ഉല്ലാസജനകവും സംതൃപ്തിയും ഒക്കെ ആയിരിക്കണം. നമുക്ക് കുട്ടീന്ന് ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ നല്ലതെന്ന് പറയുക. വെരി ഗുഡ്, നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള അവനെ നമുക്ക് എപ്പോഴും അവനൊരു മോട്ടിവേറ്റഡ് ആക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ അവൻ തന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ മീൻസ് ഒരു പരീക്ഷണമൊക്കെ ചെയ്തുകൊണ്ട് അവൻ വരുവാണ്. അപ്പോൾ നമ്മൾ പറയാം വളരെ നന്നായിട്ടുണ്ട്. അവന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും. അപ്പോൾ അത് തന്നെ അവൻ മോട്ടിവേറ്റഡ് ആവുകയും ആ പ്രവർത്തനം പിന്നെയും എന്ത് ചെയ്യും, ആവർത്തിക്കാൻ അവന് പ്രേരണ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. അതേസമയം ഒരു പരീക്ഷണം കൊണ്ടുവന്നൊരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണ് അത് ശരിയായില്ല കേട്ടോ എന്ന് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു റെസ്പോണ്ട് മതി, അവൻ അത് വളരെയധികം അസ്വസ്ഥജനകമാക്കി തീർക്കും. അപ്പോൾ അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യണം, അവന് മോട്ടിവേറ്റഡ് ആക്കി കൊടുക്കണം. അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടിയെ സംബന്ധിച്ചത് ഒത്തിരി മോട്ടിവേറ്റഡ് ആവും. അവൻ തന്നെ തോന്നും ഞാൻ ചെയ്ത പ്രവൃത്തി ഇത്രയും നന്നായിട്ടുണ്ട്, അപ്പോൾ ഇനിയും എനിക്ക് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാം എന്നിലേക്ക് അവൻ എത്തിച്ചേരും. ഇതാ പറയുന്ന ഫലനിയമം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫലനിയമമാണ് തോണ്ടേക്ക് ആവിഷ്കരിച്ച രണ്ടാമത്തെ പഠന നിയമം. ഒന്ന് പഠന സന്നദ്ധതാ നിയമമാണ്, സെക്കൻഡ് ഫല നിയമമാണ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്. ഇനി മൂന്നാമത്തെ നിയമം എന്നറിയപ്പെടുന്നത് അഭ്യാസ നിയമമാണ്, ലോ ഓഫ് എക്സസൈസ് ആണ്. അപ്പോൾ ലോ ഓഫ് എക്സസൈസ് എന്ന് വെച്ചാൽ അഭ്യാസ നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ചോദക പ്രതികരണമായ പ്രേരിതമായ ഒരു പ്രതികരണം. അപ്പം എല്ലാ പ്രതികരണവും എന്തിൽ അധിഷ്ഠിതമാണ്, ചോദക പ്രേരിതമായ പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്ര കൂടുതൽ അത് നിലനിൽക്കുകയും മറിച്ച് അഭ്യാസം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധം ശിഥിലമാവുകയും ചെയ്യും. അപ്പം നമ്മൾ ആവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, ആ പരീക്ഷണത്തിൽ തന്നെ പഠിച്ചു. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എത്രത്തോളം ആവർത്തിച്ചാലോ ആ നിയമം അത്രയും, ആ ബലം, ആ പഠനം അത്രയും ബലം ശക്തമാകും എന്നുള്ളതാണ്. അപ്പോൾ ആവർത്തിക്കാതിരിക്കുകയാണെങ്കിലോ അതായത് നമുക്ക് അതിലൂടെ ലഭിക്കുന്ന ഫലപ്രാപ്തി ശക്തമാകണമെന്നില്ല, അസ്വസ്ഥജനകമായിട്ട് പോകാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിയമം അനുസരിച്ച് ചോദക പ്രേരിതമായൊരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്ര കൂടുതൽ അത് നിലനിൽക്കും, അല്ലെങ്കിൽ ആ ബന്ധം ശക്തമായിരിക്കും. ആ ബന്ധം മറിച്ച് അഭ്യാസം ലഭിക്കുന്നില്ലെങ്കിൽ ഒരു കുട്ടി, അപ്പം നമ്മൾ അഭ്യാസം കൊടുക്കുമ്പോൾ മാത്രമേ ആ ഒരു പ്രവർത്തനം, ആ ബന്ധം ശക്തമാവും. അഭ്യാസം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധം എന്താവും, ശിഥിലമായി തീരും. അപ്പോൾ ഈ നിയമത്തിന് രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. അപ്പോൾ ഈ അഭ്യാസ നിയമത്തെ രണ്ട് ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രയോഗ നിയമം അഥവാ ലോ ഓഫ് യൂസ് എന്നറിയപ്പെടുന്നു, നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന നിയമം. ഒന്ന് പ്രയോഗരാഹിത്യ നിയമം, അതിനെയാണ് ലോ ഓഫ് ഡിസ്യൂസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അഭ്യാസ നിയമത്തിൽ രണ്ട് തലങ്ങളുണ്ട്, രണ്ട് അനുബന്ധ ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രയോഗ നിയമവും ഒന്ന് പ്രയോഗരാഹിത്യ നിയമവുമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങളെ കുറിച്ചാണ്. അവിടെ പ്രധാനപ്പെട്ട പഠന നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് പ്രധാനമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠന സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ് ആൻഡ് ലോ ഓഫ് എക്സസൈസ്. മൂന്ന് നിയമം വളരെ പ്രാധാന്യമാണ്. കാര്യം ഈ നിയമങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഫല നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം. മനസ്സിലായല്ലോ. ആവർത്തനത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫല നിയമത്തിൽ പഠിച്ചതാണ് സമ്മാനത്തിനും ശിക്ഷയ്ക്കുമുള്ള പ്രാധാന്യം അല്ലേ. അഭ്യാസ നിയമത്തിൽ പറയുന്നത് ആവർത്തനത്തിൻ്റെ പ്രാധാന്യം അല്ലേ. അപ്പം നമ്മൾ ഇവിടെ രണ്ട് ഘട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, രണ്ട് ഉപവിഭാഗങ്ങളുണ്ട് അഭ്യാസ നിയമത്തിന്. ഒന്ന് എന്താണ്, പ്രയോഗ നിയമം അഥവാ ലോ ഓഫ് യൂസും പ്രയോഗരാഹിത്യ നിയമം അഥവാ ലോ ഓഫ് ഡിസ്യൂസുമാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി തന്നെ ഈ ഒരു ഭാഗത്ത് ഓണ്ടേക്കിൻ്റെ പഠന നിയമം അഥവാ ബോണ്ട് തിയറി അഥവാ ബന്ധസിദ്ധാന്തം, കണക്റ്റിസം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ശ്രമപരാജയ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ശ്രമപരാജയ സിദ്ധാന്തമാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ പരിചയപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.